പെട്ട് മുസ്ലിം ലീഗിൽ അണിനിരന്ന ഭൂരിപക്ഷം വരുന്ന മതസമൂഹത്തെ അതിനകത്തേക്ക് കയറുകയാണ്. നമ്മുടെ പാർട്ടിയെ നയിക്കുന്ന കുടുംബത്തെ, പാണക്കാട് കുടുംബത്തെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയും പല രീതിയിലും ഇഴയത്താനുള്ള ശ്രമം. നമുക്കറിയാലോ, പാണക്കാട് കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലൊന്നല്ല. അവർക്ക് ഒരു കാര്യത്തിലൂടെ പ്രതികരിക്കുന്ന ഒരു പാരമ്പര്യ ശൈലിയും ശീലവുമുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയാം. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ഇവർ രണ്ടുപേരുടെയും ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് പോവാം. കഴിഞ്ഞ 2-3 വർഷമായി അതിനടിയിലെ കമന്റുകൾ നോക്കാം. പൂരത്തെറിയാണ്. എടാ സാധിക്കേ എന്ന് വിളിക്കാം. മനസ്സിലാക്കണം. ആരാ ഈ പറയുന്നവർ? ആ പറയുന്നവരുടെ പ്രൊഫൈൽ പിക്ചർ എന്താ നിങ്ങൾ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രൊഫൈൽ പിക്കിൽ വെച്ചിട്ട് ആ പേരിൽ വന്ന് തെറി വിളിക്കുക. ഇതെത്ര കാലമായി ഞങ്ങൾ കൂടി. ഇന്ന് രാത്രി ഒന്നായി പരിശോധിക്കും. ഏത് വിഷയത്തിൽ അവരൊരു ചടങ്ങ് പങ്കെടുത്ത ഇപ്പതാ റഷീദ് തങ്ങൾ ചെട്ടിപ്പടിയിലെ മുസ്ലിം ലീഗിന്റെ ഓഫീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഒരു പോസ്റ്റ് ഉണ്ടായി. അടിയിൽ എന്തുണ്ടാവും? അടിയിൽ ഈ കൂട്ടർ വരും. ഇതൊരു വീർപ്പുമുട്ടലാണ്. ഇപ്പൊ ഞാൻ മിഞ്ഞാന്ന് തിരൂരെന്തോ പ്രസംഗിച്ചു. ഈ ഉമ്മർ ഫൈസിയുടെ ഏതോ ഒരു പരാമർശം മാത്രമാണോ ഞാൻ ആ പ്രസംഗം നടത്താനുള്ള കാരണം? അല്ല. ഈ 1-2 കൊല്ലമായുള്ള ഈ സഫക്കേറ്റിംഗ്, ഈ വീർപ്പുമുട്ടൽ തന്നെയാണത്. ആരെങ്കിലും ഒന്ന് പറയാൻ വേണ്ടേ? ആരൊന്നും പറയില്ല എന്ന നിലക്ക് കണ്ണ് കണ്ട മൈക്ക് കിട്ടിയാൽ അവിടെ ഒക്കെ കുത്തുകൾ. ഇങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞില്ല, ഇങ്ങോട്ട് പറഞ്ഞില്ല. അതിനുശേഷം പൂരത്തെറിയ. ഇവരുടെ ഐഡിയകൾ നോക്കി നിങ്ങൾ ബാഫിത്തങ്ങളുടെ ഫോട്ടോ. സീതി സാഹിബ് സിന്ദാബാദ്. സീതി സാഹിബ് സിന്ദാബാദ് ആണെങ്കിൽ സീതി സാഹിബിന്റെ ഫോട്ടോ കൊടുത്താൽ പറയാം. എന്നിട്ട് ആ ഐഡിയ വന്നിട്ടാണ് എടാ വഹാബി കള്ളത്തെണ്ടി എന്ന് വിളിക്കുമ്പോൾ ഇവൻ ആരാ? അപ്പൊ സീതി സാഹിബിന്റെ പേരിൽ സീതി സാഹിബ് ശരണി എന്ന് പറഞ്ഞാൽ അത് സീതി സാഹിബിനെ ബഹുമാനിക്കുന്നവനല്ല. സീതി സാഹിബ് ശരണിക്ക് ഫോട്ടോ ഇട്ട് ബാഫിന്റെ കയ്യതാ സീതി സാഹിബ് ഏതാ പിന്നെ തിരിയില്ല. മറ്റൊരാള് പറഞ്ഞില്ലേ എന്താണ്? പഞ്ചപാണ്ഡവന്മാർ കട്ടിലക്കാല് പോലെ 3 ആകുന്നു. ഒരു വിധം പറഞ്ഞ പഞ്ചപാണ്ഡവന്മാർ കട്ടിലുകാല് പോലെ 3 ആകുന്നു. പഞ്ചപാണ്ഡവന്മാർ എത്രയാണെന്ന് എനിക്കറിയില്ല. കട്ടിലുകാല് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. 3 ആവുന്നു എന്ന് പറഞ്ഞിട്ട് പോയി കാണിച്ചത് എത്രയാണ്? അപ്പൊ 3 അറിയില്ല, 2 അറിയില്ല. ഇമ്മാതിരി പൊട്ടന്മാരവൻ. ഇവരെ പൊട്ടെന്നല്ല വിളിക്കണ്ടേ, കുരുട്ടന്മാരാ. ഒരു സംഘ് പരിവാറിൽ ഇങ്ങനെ ഒരു സാധനം വരില്ല. എമ്മാരി തെറിയറിയാം. 3 ദിവസമായി ലാൻഡ് ഫോൺ വിളിക്കുക. ഫോണെടുക്കുന്ന സ്ത്രീകളോട് പൊച്ച തെറി പറയാ. വിദേശത്ത് പഠിക്കാൻ പോയാൽ മക്കളെ വിളിച്ച് ഭീഷണിപ്പെടുത്താണ്. തന്നെ കയ്യും കാലും കൊത്തുന്നു. ആരാവന്മാര് കൊത്താങ്ങിടുവാ. നിങ്ങൾക്ക് എണ്ണ എത്ര ഞങ്ങൾക്കറിയാം. ഇത്ര ധൈര്യത്തിൽ പറയണ എന്തുകൊണ്ടാ? നിങ്ങൾ 100 പേരുടെ പ്രതികരണം വന്നാൽ ആ 100 പ്രതികരണം നടത്തുന്നത് 90 വ്യാധി വിലാസത്തിൽ 5 പേരെയും നടത്തുന്നത്. അത് മനസ്സിലാക്കി കൊടുക്കും. എനിക്കറിയാം എന്റെ നാട്ടിൽ എത്ര എണ്ണ ഉണ്ട്. ഒറ്റ കയ്യിൽ എണ്ണിയെത്തിരും. മനസ്സിലായോ? എവിടെ ഈ സാധനങ്ങൾ? അതുകൊണ്ടല്ലേ സമതാലിനെ തോൽപ്പിക്കാൻ എന്തൊക്കെ ചെയ്തു കൂട്ടി. ഉള്ള തെളിവ് ഞങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ എല്ലാ വാട്സപ്പിലെ മെസ്സേജ് വികാരം ഇവരെ മറ്റേ മിലിറ്ററി ഇന്റലിജൻസ് പോലെ ഞങ്ങളെ സംവിധാനം, നിങ്ങളെ സംവിധാനത്തിലൊക്കെ ഞങ്ങൾ ആൾക്കാർ തിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കോ. ഉള്ള തെളിവുണ്ട് ഞങ്ങളുടെ മുമ്പില്. ഈ സാധിക്കൽ തങ്ങളായിരുന്ന ഹൈദരൽ തങ്ങളാണ് പിടിച്ച് തൂക്കി പുറത്തിട്ട ടൈം കഴിഞ്ഞു. സാധിക്കൽ തങ്ങൾ ഇങ്ങനെ ക്ഷമയോടെ അതിലിങ്ങനെ ചിരിക്കാനേ അറിയുള്ളൂ. എന്തെങ്കിലും പറഞ്ഞാൽ
അത് തിരുത്തിക്കോളും, അല്ലെങ്കിൽ അത് ഒഴുക്കി കൊടുത്തോളും. ഹൈദരലി തങ്ങൾ എന്താ ചെയ്ത് TP അഷ്റഫിനെ തോൽപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ കൂടി സമസ്തന്റെ മേൽവിലാസം ഉപയോഗിച്ചെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്ത് അമ്പലക്കടവിനെ പിടിച്ച് തൂക്കി കൊടുത്തിട്ട് ഇല്ലേ, കണ്ടല്ലേ? എന്നിട്ട് മാപ്പ് പറഞ്ഞു വരിക. വണ്ടിക്ക് അടവടയ്ക്കാൻ കഴിയില്ല, ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല, ആരും വയതിൽ വിളിക്കില്ല, പട്ടിണിയിലാണ് എന്ന് പറഞ്ഞ് ഹൈദരലി തങ്ങളുടെ മുന്നിൽ സവർക്കറെ പോലെ മാത്രം എഴുതി അങ്ങനെ അകത്ത് കയറി. എന്നിട്ട് ഇങ്ങനെ പറയാം അവരോട്, ചരിത്രം ഞങ്ങളെ പഠിപ്പിച്ചേരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, നമുക്ക് സുന്നി മുജാഹിദ് ഇതൊക്കെ ഉണ്ടെങ്കിലും മുസ്ലിം ലീഗിൽ ഇത് എല്ലാവരും അടങ്ങിയതാണ്. അതിന്റെ നേതാക്കന്മാർ അങ്ങനെ പോണത്, അങ്ങനെ പോകുന്നവരാണ് സാദിഖലി തങ്ങൾ അടക്കം ഇതുവരെയുള്ളവർ. അതിൽ ഒറ്റത്തിരിക്കെ പാണക്കാട് കുടുംബത്തെ സ്പ്ലിറ്റാക്കുക. ശിഹാബ് തങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഹൈദരലി തങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇയാളാണ് മോശം. ശിവോടെ എത്തിയിട്ടുണ്ട്. ഇതെന്തിനാണ് ആ കുടുംബത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുക? ഞാനിപ്പോ ഇവിടെ ഔക്കാദർ കുട്ടി നഹാസ് സാഹിബിന്റെ 2 മക്കളോട് എനിക്കിങ്ങനെ ഓരോരുത്തരെ കണ്ടാലാണ് ഇതിന്റെ ചരിത്രം ഇങ്ങനെ വർക്ക് ചെയ്യാം, ഓർമ്മ. അറിയപ്പെടുന്ന മുജാഹിദ് ആശയക്കാരനാണ് ഔക്കാദർ കുട്ടി നഹാസ് സാഹിബ്. ചെട്ടിപ്പാരിക്കാരെ നമുക്കറിയാം. 3 ആളുണ്ട്, ജമാൽ സാഹിബ് ഉണ്ട്. ഒരു 3 പേരെ കണ്ടപ്പോ എന്റെ തലേ തോന്നിയത് ഔക്കാദർ കുട്ടി നഹാസ് സാഹിബ്. ചെറുപ്പത്തെ MSF ആയ സമയത്ത് ഞാൻ പ്രസംഗിക്കാനൊക്കെ വന്ന് ഇവരുടെ തറവാട്ടിലെ എന്താണ് പടാപ്പടായി കടന്നിറങ്ങി പോയ ഓർമ്മ വയ്ക്കുന്നു. നഹാസ് സാഹിബ് ഒരു മുജാഹിദ് ആശയക്കാരനാണ്. ആ നഹാസ് സാഹിബ് സമസ്തയുടെ ചേളാരി ആസ്ഥാനത്തിന്റെ തറക്കിടൽ ചടങ്ങിന്റെ നോട്ടീസിന്റെ കയ്യിൽ പങ്കിട്ട ആരായിരുന്നു? ഔക്കാദർ കുട്ടി നഹ. ഇന്ന് എന്റെ കയ്യിലുണ്ടാകുന്ന നോട്ടീസ് ഓരോരുത്തർക്ക് ഇത് പറയാൻ തുടങ്ങിയാലുള്ള ഗുണം അറിയാം. എല്ലാ ആൾക്കാരും എനിക്കിതിങ്ങനെ അയച്ചുതരാൻ തുടങ്ങി. ഞാൻ ആലോചിച്ചൊക്കെ ഇന്നത്തെ കാലാണെങ്കിൽ എന്താവും ശരി. അവരൊക്കെ തമ്മിൽ എന്താണ് ആദരവോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. എന്നാൽ അവരെ പ്രാക്ടീസിങ്ങോ സുന്നി ആയ രീതിയിലും മുജാഹിദ് രീതിയിലും നല്ല നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പറഞ്ഞു. അത് പരിധി വിട്ടാൽ ലീഗ് അവിടെ ഇടപെടും. മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ചരിത്രമാണ് ബാഫക്കത്തങ്ങളുടെ ചരിത്രം. അതാണ് ഇപ്പൊ വന്യനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും അടക്കമുള്ള എല്ലാവരെയും കൂട്ടി ഒരു പൊതുവേദി ഉണ്ടാക്കിയതാരാ? ശിഹാബ് തങ്ങൾ. എന്തായാലും കാരണം നമ്മുടെ 2 സംഘടനകൾ തമ്മിൽ സമുദായത്തിനകത്ത് റംദാൻ മാസത്തിൽ പ്രശ്നമായി. മുജാഹിദീങ്ങൾക്ക് ഒരു ദിവസം നോമ്പ്, സുന്നികൾ മറ്റൊരു ദിവസം. പെരുന്നാള് 2 പെരുന്നാൾ നടത്തപ്പെട്ടു. കാന്തപുരി വിഭാഗം വേറെ, സമസ്ത വേറെ. ഈ ഘട്ടത്തിലാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് ഒരു മുസ്ലിം പൊതുവേദി ഉണ്ടായത്. മുസ്ലിം സമുദായത്തിലെ പ്രഗത്ഭരായ ആളുകൾ MA യൂസഫ് അലി, ഗൾഫാർ മുഹമ്മദ് അലി, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ പറഞ്ഞാൽ എല്ലാവരും വരും. ഇത്തരത്തിലുള്ള സങ്കീർണ പ്രശ്നം വന്നാൽ സമുദായത്തിന്റെ അകത്ത് എന്തുണ്ടാകണം? ഒരു ഐക്യം ഉണ്ടാകണം. അങ്ങനെ തങ്ങൾ എല്ലാവരും വിളിപ്പിച്ചു. എല്ലാവരും വിളിച്ച കൂടത്തിൽ ജമാഅത്തുണ്ട്, മുജാഹിദുണ്ട്, ഇന്നുണ്ട്. ആ പൊതുവേദി തങ്ങൾ ഉണ്ടാക്കിയതാണ്. അല്ലാതെ ഈ സാദിഖലി തങ്ങൾ ഉണ്ടാക്കിയതല്ല. അപ്പൊ അടുത്ത കാലത്ത് പോലും സാദിഖലി തങ്ങൾ വിളിച്ചു. ഒരിക്കൽ ഞാനും അതിൽ പങ്കെടുത്തു. അതിൽ പങ്കെടുക്കാൻ എനിക്ക് അർഹതയില്ല. ഞാൻ വേറൊരു വിഷയത്തിൽ വന്ന എല്ലാവരുണ്ട്. ജമാഅത്ത് അമീറുണ്ട്, അമീറിന്റെ അടുത്ത് തന്നെ ആയിരിക്കുന്നുണ്ട്, സമസ്തയുടെ നേതാക്കൾ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് ചുള്ളിക്കോട് ഉസ്താദ് ഇരിക്കുന്നുണ്ട്. അതാരാ? കാന്തപുരി ഭാഗത്തിനാണ്. അതെന്തിനായിരിക്കണത്? ലയനാണോ? ആശയ ഐക്യമാണോ? സമുദായത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമുണ്ട്. നമ്മുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികളുടെ സ്കോളർഷിപ്പ് കട്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന അവകാശം റദ്ദ് ചെയ്തിരിക്കുന്നു. അത് മൊത്തം ടോട്ടൽ മുസ്ലിമിന്റെ ലോസാണ്. അവിടെ എന്ത് ചെയ്യണം? നിയമപരമായി പോകണം, മുഖ്യമന്ത്രിയെ കാണണം, എങ്ങനെയായിരിക്കും നമ്മൾ പോവേണ്ടത്? ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാനുള്ളതാ. അതിനപ്പുറത്ത് മുസ്ലിം ലീഗിൽ അണിനിരുന്ന ആളുകൾ
എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ലീഗിലുണ്ട്. അവർ മരണപ്പെട്ടാൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് തങ്ങൾ മയ്യത്തിസ്കാരത്തിന് എടുത്തു കൊടുക്കും. എന്താ കാരണം? അവർ ലീഗുകാരനാണ്. അതന്നെയാണ് ഇതിന് യോഗ്യത. അതുകൊണ്ടാണ് KNMന്റെ സംസ്ഥാന പ്രസിഡന്റ്, മർക്കസ് ദൗവ കേന്ദ്രീകരിച്ചിട്ടുള്ള KNMന്റെ സംസ്ഥാന പ്രസിഡന്റായ പ്രൊഫസർ മങ്കട അസീസ് മൗലവി ചന്ദ്രികയുടെ മുഖ്യ പത്രാധിപരായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. വൈകുന്നേരത്തിന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വീട്ടിൽ പോയി മയ്യത്ത് കണ്ടു. തിരിച്ചു പോരുമ്പോൾ സഹോദരനോട് ചോദിച്ചു, എപ്പോഴാണ് മയ്യത്ത് എടുക്കുന്നത്? നാളെയാണ്. മങ്കട ഇങ്ങനെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ്. ഞാൻ വരും നിസ്കാരത്തിൽ പങ്കെടുക്കാൻ. ആരാണ്? KNMന്റെ സംസ്ഥാന പ്രസിഡന്റായ മങ്കട അസീസ് മൗലിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ തങ്ങൾ വന്നു. KNMന്റെ സംസ്ഥാന പ്രസിഡന്റ് മുജാഹിദിന്റെ എല്ലാ വലിയ പണ്ഡിതന്മാരവിടെ നിൽക്കുന്നുണ്ട്. തങ്ങൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ ഇമാമിക്കും. അസീസ് മൗലിയുടെ സഹോദരൻ പറഞ്ഞു, തങ്ങൾ ഇമാം നിൽക്കണമെന്നായിരുന്നു അസീസ് മൗലിയുടെ ആഗ്രഹം. എന്താ കാരണം? മുസ്ലിം ലീഗിന്റെ അകത്ത് അവർ എന്താണ്, അവരത്രയും വലിയ സഹപ്രവർത്തകരായിരുന്നു. മുസ്ലിം പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ പത്രമായ ചന്ദ്രിയുടെ മുഖ്യ പത്രാധിപരാണ് മങ്കട അസീസ് മൗലവി. അദ്ദേഹം ഒരു മുസ്ലിം ലീഗുകാരനാണ്. അതിന്റെ പേരിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഏതെങ്കിലും സമസ്തയിലെ പണ്ഡിതൻ ചോദ്യം ചെയ്തോ? നിങ്ങൾ ചിന്തിക്ക്, എത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. തിരുവനങ്ങാടി തന്നെ ഒരു ജിഫ്രി തങ്ങളില്ലേ? ആ ജിഫ്രി തങ്ങളും പീച്ചിമണ്ണി പിന്നെ PMA സലാം സാഹിബിന്റെ പിതാവായ പീച്ചിമണ്ണിൽ മുഹമ്മദ് ഹാജി, കക്കാട് മുഹമ്മദ് ഹാജി, CH ഇബ്രാഹിം ഹാജി, ഇവരൊക്കെ എന്താണ്? ഒരു ഉമ്മ മറ്റു മക്കളെ പോലെയാണ്. അതിൽ ജിഫ്രി തങ്ങൾ ആരാണ്? ജിഫ്രി തങ്ങൾ സമസ്തയുടെ അനുയായിയാണ്. സമസ്ത അനുയായിയായി നിന്നുകൊണ്ട് തന്നെ മറ്റവരൊക്കെ ആരാണ്? മുജാഹിദിനറിയാം. CH ഇബ്രാഹിം ഹാജിന്റെ വീട് നമ്മൾ കണ്ട ഓർമ്മയുള്ള നമ്മൾ കെട്ടിപ്പണിയുള്ള മുതിർന്ന എല്ലാവരും ചോദിച്ചാൽ അറിയാം. ഏത് തങ്ങന്മാരും ഏത് നേതാക്കളും ആ വഴി പോകുന്നുണ്ടെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റിനാണ് വിളിക്കുക. CH ഇട്ട പേര് ചെക്ക് പോസ്റ്റിനാണ്. CH ഇബ്രാഹിം വീട്ടിൽ ആ വീട്ടിലെല്ലാവരും നിൽക്കുക. അദ്ദേഹം മുജാഹിദിനാണ്. ഏത് മുജാഹിദിനാണെങ്കിലും തങ്ങന്മാരവിടെ വന്നാൽ അതിൽ ഫാത്തിഹ പറയും. ഇപ്പൊ ഞാൻ അബ്ദുൾ റബ്ബ് സാഹിബ് ഇവരെ 3 മക്കള് ഞങ്ങൾ എല്ലാവരും പേര് വെച്ചിട്ടുണ്ടല്ലോ. തങ്ങൾ പ്രാർത്ഥിക്കരുത്, ഞങ്ങൾ പ്രാർത്ഥിച്ചല്ലോ. ഞങ്ങൾ സുന്നിയാണ്, ലീഗ് സുന്നിയാണ്. മുജാഹിദാണെങ്കിൽ ലീഗ് മുജാഹിദാണ്. അതൊന്ന് മനസ്സിലായിക്കോട്ടെ. ഞങ്ങളെ ഇമാം ആരാണോ ആ ഇമാമിനെ ഫോളോ ചെയ്യുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ധർമ്മം. അതിനെ നിന്ദിക്കുകയോ പുച്ഛിക്കുകയോ ഞങ്ങൾ ചെയ്യൂല. മുസ്ലിം ലീഗിന്റെ ഭരണഘടനയുണ്ടോ? അൽഫാത്തിയല്ല. സംസ്ഥാന കമ്മിറ്റി കൂടും, പാർട്ടിയാണ് ചെല്ലും, ദ്വാരക്കും. ആദ്യം ഇഷ്ടമുള്ളവർക്ക് പറയാതിരിക്കുകയാണ്. ഏത് തങ്ങന്മാരും വന്നാലും പ്രൊഫസർ കാദർ മൊയ്‌ലി സാഹിബ് സ്റ്റേജിലിരിക്കുകയാണ്. ഒരു ചെറിയ തങ്ങൾ വേരെക്കുട്ടി കയറി വന്നാലും എണീക്കാൻ വയ്യെങ്കിലും കാദർ മൊയ്‌ലി സാഹിബ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. എന്തിനാണ്? അവരോട് കാണിക്കേണ്ട ഒരു ആദരവ് അത് KN സീരി സാഹിബ് പഠിപ്പിച്ചതാണ്. ലീഗിന്റെ ചരിത്രം അവിടെ നിൽക്കണം. 37 കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ ആരായിരുന്നു അതിന്റെ പ്രഥമ പ്രസിഡന്റ്? അറക്കൽ രാജാവ് അബ്ദുറഹ്മാൻ അലി രാജ. സെക്രട്ടറിയാണ് സത്താർ സെട്ട് സാഹിബ്. അറക്കൽ അബ്ദുറഹ്മാൻ അലി രാജ വഫാത്തായപ്പോൾ ആ സ്ഥാനത്തേക്ക് സത്താർ സെട്ട് സാഹിബ് വന്നു. സത്താർ സെട്ട് സാഹിബ് പ്രസിഡന്റ് ആയപ്പോൾ ജോയിന്റ് സെക്രട്ടറിയായ KM സീരി സാഹിബ് സെക്രട്ടറി വന്നു. അങ്ങനെ സത്താർ സെട്ട് സാഹിബും KM സീരി സാഹിബും നയിക്കുന്ന ഒരു മുസ്ലിം ലീഗിലേക്കാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ കടന്നു വരുന്നത്. ഇവർ രണ്ടുപേരും മുജാഹിദ് ആശയക്കാരാണ്. പക്ഷെ മുജാഹിദ് ആശയം പ്രചരിപ്പിക്കാനുണ്ടാക്കിയതല്ല മുസ്ലിം ലീഗ് എന്ന് ബാഫഖ് തങ്ങൾക്ക് മനസ്സിലായി. എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾക്കും പിന്നോക്കക്കാർക്കും ചേർന്ന് നിൽക്കാനുള്ള ഒരു സംഘടനയായിട്ടാണ് ലീഗ് സ്ഥാപിച്ചത്. അങ്ങനെയാണ് 39-ൽ ബാഫഖ് തങ്ങൾ ചേർന്ന് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം.
ആ ബാഫിയത്ത് ലീഗിന്റെ 940കളിലാണ് പാണക്കാട് PMS പൂക്കോയത്തങ്ങളിലേക്ക് വരുന്നത്. ഈ രണ്ട് തങ്ങന്മാരും വന്നു. ഒന്നോടുകൂടി എന്താണ് പാരമ്പര്യ മുസ്ലിങ്ങൾ മൊത്തം ലീഗിലേക്ക് ഒഴുകി. പിന്നെ നടക്കുന്നത് തെരഞ്ഞെടുപ്പാണ്. ആദ്യമായി പഞ്ചായത്ത് അംഗങ്ങളുണ്ടായിരുന്നു. നമുക്ക് ആരാരുമില്ലാത്തൊരു സമൂഹം. 21 കലാപാനന്തരം എന്തായി? 70% പെണ്ണുങ്ങൾ, 30% ആണുങ്ങൾ. നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥയാണ്. മഹാനായ KM സീതി സാഹിബ് നിയമത്തിന് പഠിക്കുന്ന കാലത്ത്, LLBക്ക് പഠിക്കുന്ന കാലം, വീട്ടിൽ ഒഴിവ് ദിവസം വരുമ്പോ ബാപ്പ ശരി സാഹിബിന്റെ പിതാവ് മലബാർ യാത്ര ഉണ്ടാവും. ഇതെന്തിനാ മലബാർ യാത്ര? 2 മാസം കൂടുമ്പോഴാണ് ഉണ്ടാക്കുക. 2 മാസം കൂടുമ്പോഴാണ് തേങ്ങവലി. ഒരു ഭാഗത്ത് നിന്ന് തേങ്ങവലി തുടങ്ങിയാൽ അവസാനിക്കുമ്പോൾ തേങ്ങവലിക്ക് തന്നെ പിരിച്ചുവിടില്ല. അവർക്ക് തന്നെ അങ്ങേയറ്റത്ത് നിന്ന് വീണ്ടും തുടങ്ങാം. അത്രയും നാളികേര. ഈ നാളികേരം വിറ്റ പൈസയിലെ ഒരു ഭാഗം മലബാറിലേക്കുള്ള സദക്കയായിട്ടാണ് സീതി സാഹിബിന്റെ പിതാവ് നീക്കിവെച്ചത്. ഈ സദക്ക കൊടുക്കാനായിട്ട് മലബാറിലേക്ക് പോകുന്ന ഒരു കാലം മഹാനായ KM സീതി സാഹിബ് അവരോട് ചോദിക്കുക, കൊടുക്കാൻ മലബാറിലോട്ട് സദക്ക കൊടുക്കാൻ പോകും, ഞാനും കൂടെ വരട്ടെ. കൂടെ വന്നു. പരപ്പനങ്ങാടി ട്രെയിനിറങ്ങി പോത്തുവണ്ടിയിൽ തിരൂരങ്ങാടിയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ പാലത്തിങ്കൽ പാലം അന്നില്ല. അന്ന് വെള്ളയിറക്കത്തിന് പാലത്തിങ്കൽ പുഴയുടെ ഒരു ഭാഗം ആ ഭാഗത്തുകൂടി ഇറങ്ങി നടക്കുകയുണ്ട്. അങ്ങനെ നടന്ന് തിരൂരങ്ങാടിയിലേക്ക് നടക്കും. പോത്തുവണ്ടിയിൽ പോകുമ്പം മയ്യത്തുകൾ ഇങ്ങനെ പോകുന്നു. തിരൂരങ്ങാടി വരെ എത്തിയപ്പോൾ 19 മയ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടു. 2 സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ നീണ്ട ക്യൂ അതും കണ്ടു. സീരിയസ് ആയി നിന്ന കുട്ടിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ബിരുദത്തിന് പഠിക്കുന്ന കുട്ടിയാണ്. തിരുവനങ്ങാടിയെത്തി. KM മൊഴിയിൽ കാണാനാണ് പിതാവ് വന്നത്. അവിടെ ഒരു വെറ്റില കച്ചവടമൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിന് സിരി സാഹിബിന്റെ ഓർമ്മകളിലെ പുസ്തകങ്ങൾ പറഞ്ഞ ഒരു വെറ്റില കച്ചവടക്കാരോട് ചോദിച്ചു, ഇന്ന് ഈ നാട്ടിൽ വലിയ ദുരന്തം ഉണ്ടായിരുന്നോ? കാരണം ഇത്രയധികം മയ്യത്ത്, 19 മയ്യത്ത് ഞാൻ തന്നെ എണ്ണി. 2.5 മണിക്കൂർ പരപ്പനങ്ങാടിയിൽ നിന്ന് തിരുവനങ്ങാടിക്ക് എത്താൻ 2-3 മണിക്കൂർ ആ സമയത്ത് എടുത്തത്. 3 മണിക്കൂറിനുള്ളിൽ 19 മയ്യത്ത് ഉണ്ടായി. അപ്പൊ വെറ്റില കച്ചവടക്കാരന് ഒരു സങ്കടവും. ഇയാൾ പറയാ ഇന്ന് കുറവാണ്. എത്രയാണ്? മിനിമം 90 ഉണ്ടാവും. ഇന്ന് കുട്ടിയെ കുറവാന്ന്. ഇതൊന്നല്ല, എങ്ങനെയും മരിക്കുന്നത് പട്ടിണിയാണ്. കുട്ടികളാദ്യം പട്ടിണിയും ചികിത്സ കിട്ടാതെ. ഇതറിഞ്ഞ് ആ വിദ്യാർത്ഥിയായ സിരി സാഹിബ് എന്ന മനുഷ്യന്റെ മനസ്സ് ഭക്ഷണം കഴിച്ചില്ല. വീട്ടിൽ വന്നിട്ട് ഉറങ്ങുന്നില്ല, കഴിക്കുന്നില്ല. ബാപ്പ ചോദിച്ചു, മോനെ സീതി, നിലവിളപ്പൊക്കെ എത്തിച്ച് നീ എന്താണ് എഴുതുന്നത്? ആർക്കാണ് എഴുതുന്നത്? അപ്പൊ ആ വിദ്യാർത്ഥി എഴുതുകയാണ് ഒരു കത്ത്. ആർക്കാ എഴുതുന്നത്? പഞ്ചാബിലെ അവിഭക്ത പഞ്ചാബിലെ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ഇൻകുലാബ് എന്ന പത്രത്തിന്, അല്ല ജമീന്ദാർ എന്നാണ് പത്രത്തിന്റെ പേര്, പഞ്ചാബിലെ മുസ്ലിം ലീഗിന്റെ പത്രം. ജമീന്ദാർ എന്ന പത്രത്തിന്റെ എഡിറ്റർ അബ്ദുൽ ലത്തീഫ് സഹദിക്കാണ് കത്തെഴുതുന്നത്. ഇതുകൊണ്ട് എന്ത് പ്രയോജനം ചോദിച്ചു? അല്ല, ഈ മലബാറിലെ ഈ അവസ്ഥ ഞാൻ ഈ പത്രത്തിലേക്ക് എഴുതുകയാണ്. ഈ പത്രത്തിലെ ഈ വരികൾ വായിച്ച് അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും കിട്ടിയ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും സഹായം ഈ നാട്ടിൽ തന്നാലോ? ഒരു വിദ്യാർത്ഥി, നിയമ വിദ്യാർത്ഥി എഴുതുമ്പോ പാപ്പ പറയും, മോനെ എന്റെ മനസ്സിലുള്ളത് നടക്കട്ടെ, അള്ളാഹു തുണക്കട്ടെ. ജമീന്ദാറിലേക്ക് കത്തുപോയി. ഉറുദുവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. എന്തായിരുന്നത്? മലബാറിൽ താൻ കണ്ട കാഴ്ച. ഭക്ഷണം കിട്ടാതെ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങൾ, ചികിത്സ കിട്ടാതെ മരിച്ചു പോകുന്ന ആണുങ്ങൾ, ആഹാരമില്ല. തെരുവ് പട്ടികളെ പോലെ ഏതെങ്കിലും ആഹാരവുമായി ആരെങ്കിലും പോയാൽ അവനെ പോയി ആക്രമിച്ച് അവനിൽ നിന്ന് എന്താണ് സാധനം പിടിച്ചെടുക്കുക. കടകൾ തുറക്കാൻ ആളുകൾക്ക് പേടി. പട്ടിണി സഹിക്കാൻ വയ്യ, കടലിനുള്ളിൽ ഇരച്ചു കയറുക. ഇതെല്ലാം വിവരിച്ചുകൊണ്ടുള്ള ഈ കത്ത് ജമീന്ദാർ പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇത് ധാരാളം പേർ വായിച്ചു. ആ വായിച്ചയിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു അഹമ്മദ് കസൂരി എന്ന മനുഷ്യൻ. പഞ്ചാബിലെ വലിയ ജനാഠ്യനായ അഹമ്മദ് കസൂരി ജമീന്ദാർ പത്രത്തിന് എഡിറ്റർ വിളിച്ച് ചോദിച്ചു, ഈ കത്ത് എഴുതിയ
സീതി എന്ന ആളുടെ മേൽവിലാസം വേണമെന്ന് പറഞ്ഞു. ആ മേൽവിലാസം കൊടുത്ത ആ മേൽവിലാസത്തിൽ അഹമ്മദ് കസൂരി തിരുവനന്തപുരത്തെ ലോ കോളേജിൽ പഠിക്കുന്ന സീതിക്ക് കത്തേക്കുക. നിങ്ങളുടെ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ തട്ടിയിരിക്കുക. എനിക്ക് പഠിച്ചവൻ കുറെ റഹ്മത്ത് തന്നിട്ടുണ്ട്. അവിടെയുള്ള പട്ടിണിക്കാരെ രക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്ന് വരണം എന്ന തീയതി അറിയിക്കാൻ പറഞ്ഞു. കത്ത് കിട്ടിയ സന്തോഷത്തിൽ കത്ത് വായിച്ച ഈ വിദ്യാർത്ഥിയായ സീതി സാഹിബ് ആദ്യം തന്നെ പിതാവിന് കത്തെഴുതുകയാണ്. അള്ളാഹുവിന്റെ പ്രാർത്ഥന കേട്ടു. അഹമ്മദ് കസൂരി വരാൻ തയ്യാറായിരിക്കുന്നു. ഞാൻ കോളേജിൽ നിന്നും ലീവ് ചോദിച്ചിട്ടുണ്ട്. ലീവ് എന്നാണെന്ന് അറിഞ്ഞാൽ ഞാൻ തിരിച്ച് കത്തെഴുതും. അങ്ങനെ അഹമ്മദ് കസൂരിക്ക് തിരിച്ച് കത്തെഴുതി, എനിക്ക് കോളേജിൽ നിന്നും ഇത്ര ദിവസം ലീവ് കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് കോഴിക്കോട്ടേക്കാണ് നിങ്ങൾ വരേണ്ടത്. നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനം ഇവിടെ ഇല്ല, വരുമ്പോൾ തീവണ്ടിയിൽ ഒരു വാഹനവും കൊണ്ടുവരണമെന്നാണ്. അങ്ങനെ അഹമ്മദ് കസൂരി തന്റെ സഹോദരനെ കൊണ്ട് കോഴിക്കോട്ട് വന്നിറങ്ങിയ സീതി സാഹിബും കൂട്ടരും പോയി സ്വീകരിക്കുക. എന്നിട്ട് തീവണ്ടിയിൽ പാർസലായി കൊണ്ടുവന്ന പഴയ ഇംഗ്ലീഷുകാരുടെ 3 ചക്രത്തിലുള്ള കാറുണ്ട്. ആ കാറിലാണ് അവർ കറങ്ങിയത്. ആ കറക്കത്തിൽ കാഴ്ചകൾ കണ്ടു. ഏറ്റവും കണ്ട ദയനീയ കാഴ്ചകൾ ചെറിയ ഒരു എന്താ പറയാ, കുരങ്ങാണോ മനുഷ്യനാണോ എന്ന് തിരിയാത്ത പദം, വാനിൽ നിന്ന് ഗ്രഹണിയായിരുന്ന വസ്ത്രമൊന്നുമില്ലാത്ത മക്കളാണ് തെരുവിൽ. ആ മക്കളോ പിടിച്ചു പറിക്കാനാണ്. കാരണം വേറെ നിവൃത്തിയില്ല, ഭക്ഷണം കിട്ടാൻ മാർഗമില്ല. ഈ അവസ്ഥ കണ്ട കസൂരി സഹോദരന്മാർ ആദ്യം തീരുമാനിച്ചത് ഈ കുട്ടികളെ ഒന്ന് രക്ഷപ്പെടുത്തണം. അനാഥമന്ദിരം നടക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ യതീംഖാന പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അതാണ് കോഴിക്കോട്ടെ JDT. ആ JDTയിലേക്ക് എല്ലാ ഭാഗത്തു നിന്നുള്ള ഈ കുട്ടികളെ കൊണ്ട് ഈ JDTയിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെ ഒരു അനാഥശാല ഉണ്ടാക്കാൻ അന്ന് തയ്യാറായിരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇവരൊക്കെ തനി സാമൂഹ്യ ദ്രോഹികളായി മാറും. അവരെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്ത്, തൊഴിൽ പരിശീലനം കൊടുത്ത്, യതീംഖാന മാത്രമേ സാധിച്ചത്. ഈ കുട്ടികളെ പോറ്റാനുള്ള ചെലവിലേക്കായി നിങ്ങൾ ആരെ മുമ്പിൽ കൈ നീട്ടണ്ട. വയനാട്ടിൽ ഹെക്ടർ സ്ഥലത്തിൽ പ്ലാന്റേഷൻ വാങ്ങിയിട്ട് JDTക്ക് വേണ്ടി. ഇതൊക്കെ ആരംഭിക്കുന്നത് ലീഗിന്റെ പ്രസ്ഥാനക്കാരാണ്. അത് കഴിഞ്ഞ് തലശ്ശേരി യതീംഖാന വന്നു, തിരുവനങ്ങാടി യതീംഖാന വന്ന കഥ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയണം. യതീംഖാന പ്രസ്ഥാനം അങ്ങനെ നമ്മുടെ നേതാക്കന്മാർ പോയ മാർഗമാണത്. ബാഫി തങ്ങൾ 39 ലീഗിലേക്ക് എത്തി. 32 തന്നെ സമസ്തയോടൊപ്പം ബാഫി തങ്ങൾ നിന്നു. എടരിക്കോട് ചേർന്ന സമസ്തയുടെ മുസാബറ യോഗത്തിൽ ദർസ് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തങ്ങളെ ചുമതലപ്പെടുത്തി. തങ്ങളാണ് വാഴക്കാട്ടെ ദാറുൽ ഉലൂമിൽ തങ്ങളെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോയി സന്ദർശനം നടത്തി. അങ്ങനെയാണ് മദ്രസാ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ആ വാഫിയങ്ങളെ തന്നെ എല്ലാവരും ആദരിച്ചു. തിരുവനങ്ങാടി യതീംഖാനക്ക് ഉള്ളിലുള്ള പള്ളി അത് തറക്കല്ലെടുത്ത് പോലും വാഫിയങ്ങളാണ്. മലപ്പുറത്ത് പൂക്കോയത്തങ്ങൾ ഈദ്ഗാഹിന് നേതൃത്വം നൽകി അവിടെ കുത്തുബ നിർവഹിച്ചത് അബ്ദുൽ ഗഫൂർ, PP അബ്ദുൽ ഗഫൂർ മൗലവിയാ പുളിക്കലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയി. ഞാൻ ഗഫൂർ മൗലവിയോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പൂക്കോയത്തങ്ങൾ ഇമാന്ന്. അതെ, പിന്നുണ്ടായിട്ടില്ല. അല്ല, അത് പറയണല്ലോ. അതും വിചാരിച്ച് ഇപ്പോഴുള്ള ഈദ്ഗാഹിന് പാലക്കാട് ഞങ്ങൾ പോകണമെന്നല്ല നമ്മൾ പറയണേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൗഹൃദ സന്ദർശനം നടത്തിയിരുന്നവർ, അത് അവർക്കിടയിലുള്ള സ്നേഹമാണ്, പരസ്പരം പ്രാർത്ഥിക്കുകയാണ്. ശരി സാഹിബ് രോഗാവശരായി കിടക്കുമ്പോൾ തൽക്കുമ്പത്ത് വാഫീതങ്ങ ഇങ്ങേ ഭാഗത്ത് കൈതമിലത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ബാഫീതങ്ങൾ മന്ത്രിച്ചു പോവുകയാണ്. കൈതമിലത്തിന്റെ മുഖത്ത് യുനാനി മരുന്ന് കഴിക്കുക. മരുന്ന് തീർന്ന് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നത്. രോഗിനെ കണ്ടുപോയില്ലേത്? രോഗിന്റെ അടുത്ത് അവിടെ ഇരിക്കുകയാണ്, അവിടെ താമസിക്കുകയാണ്. മരുന്ന് തീർത്തോടുകൂടി മുഖത്തൊക്കെ വ്രണങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ സിരി സാഹിബിന്റെ അനുജനെ കണ്ണുകൊണ്ട് കാട്ടി പെണ്ണോട് സിരി സാഹിബ് എഴുതി കൊടുത്തു, കൈതമിലത്തിനെ പെട്ടെന്ന് മദ്രാസിലേക്ക് വിടണം, അല്ലെങ്കിൽ എന്നെക്കാൾ മുമ്പ് പോകും, മരുന്ന് തീർന്നത്. അങ്ങനെ കൈതമിലത്ത് പോവുക. ചെന്നൈയിൽ ഇറങ്ങിയ ഉടനെ തന്നെയാണ് ട്രങ്കോൾ വരുന്നത്. സിരി സാഹിബ് വഫാത്തായിരുന്ന വാർത്ത. സിരി സാഹിബിന്റെ അനുജനോട് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനോട് കോപപ്പെടാത്ത കൈതമിലത്ത് സിരി സാഹിബിന്റെ അനുജനോട് കോപപ്പെട്ടു. ഖൗമിൻ കാവലർ എന്ന AK റിഫായി സാഹിബിന്റെ കൈതമിലത്തിന്റെ ചരിത്രത്തിൽ ആ പേജിൽ ആ ഭാഗം കണ്ണീരോടുകൂടി നമുക്ക് വായിക്കാൻ കഴിയും. സിരി സാഹിബിന്റെ അനുജനെ വിളിച്ച് പറയണം,
മൗത്ത് പോകുമ്പം ഞാൻ അടുത്തുണ്ടായില്ലല്ലോ. ആ ബാഫിത്തകൾ, ആ സീരീസ് ആയത്, ആ ബാഫിത്തകൾ എപ്പോഴാണ് ഹജ്ജിന് പോയി? മക്കത്ത് വെച്ചാണ് വഫാത്തായത്. മക്കത്ത് വെച്ച് വഫാത്തായ ബാഫിത്തകളെ കുളിപ്പിച്ചതും കഫൻ ചെയ്തതും ഇബ്രാഹിം സുലൈമാൻ സർ സാഹിബാണ്. മനസ്സിലാക്കണം. ഓരോരുത്തരെ നിയോഗം നോക്കണമെന്ന്. ബാഫിത്തങ്ങളുടെ കാലം കഴിഞ്ഞു ഖായിദ് മിനത്ത് വഫാത്താക്കും. ഖായിദ് മിനത്ത് വഫാത്തായ സമയത്ത് നിങ്ങൾക്കറിയാം, ഖായിദ് മിനത്തിന്റെ അവിടുത്തെ പട്ടാളി മുസ്ലിങ്ങൾ വലിയ എന്താണ് അവിടുത്തെ വലിയ ഖാദിമാരുണ്ട്. നമ്മളവിടുത്തെ പോലെയല്ല, ഖാദിമാർ വലിയൊരു കോട്ട തന്നെ വന്നു. ബാഫിത്തങ്ങളെ മോൻ മിയാഖാൻ പറഞ്ഞു, ബാഫിത്തങ്ങളുടെ അല്ല പിന്നെ ഖായിദ് മിനത്തിന് മോൻ മിയാഖാൻ പറഞ്ഞു, ഉപ്പാന്റെ ഒസ്യത്തുണ്ട്, എന്താ അന്ത കേരളാവിൽ നിന്ന് ഒരു തങ്കൾ വരും എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ. ആ തങ്കളുടെ പേരാണ് സയ്യിദ് സൽമാൻ ബാഫിത്തങ്ങൾ. അവിടെ മലർക്കോട്ടത്തലയിൽ വരെ വലിയ വലിയ ബട ടീമുള്ള സ്ഥല. അങ്ങനെ ബാഫിത്തങ്ങൾ വന്നിട്ട് കാത്തിക്ക ട്രെയിന് വരുന്നവരെ. ട്രെയിൻ പുറപ്പെട്ടുവരെ ഖായിദ് മിനത്തിന്റെ മയ്യത്തിൽ ഉപ്പിലാണ് കിട്ടത്. ഉപ്പിലാണ് പൊതിഞ്ഞത്. ഓലക്കായിന്റെ അകത്ത് ഉപ്പിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ആരും ഇല്ല. ഇബ്രാഹിം സുലൈമാൻ സൈഡ് സാഹിബും സയ്യിദ് റഹ്മാൻ ബാഫിത്തങ്ങളും ഒരു വണ്ടിയിലാണ് വന്നിറങ്ങുന്നത്. ആ വണ്ടിയിൽ വന്ന് തങ്ങൾ നേതൃത്വം കൊടുക്കുക, നിസ്കരിക്കാതെ. രണ്ട് മനുഷ്യന്മാർ കണ്ണീരോട് കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അതൊന്ന് NTR, ഒന്ന് കരുണാനിധി. ഇപ്പോൾ പിന്നെ വേറൊരാളെങ്കിലും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആലോചിച്ച് ഇവരൊക്കെ അങ്ങനെയാണ് ഇത് കൊണ്ടുപോയത്. അങ്ങനെ തന്നെയല്ലേ ഈ നമുക്ക് പോകേണ്ടത്? എന്താണ് പുതുതായി പിന്നെ സാദിഖ് അലി തങ്ങൾ കൊണ്ടുവന്ന പരിഷ്കരണം? എന്താണ് തങ്ങൾ എന്തെങ്കിലും പുതിയ ബാന്ധവ മുജാഹിദയ്ക്ക് ഉണ്ടാക്കുന്നത്? പറയും നിങ്ങൾ. പുതുതായി തങ്ങൾ തുടങ്ങി വെച്ചത് മുസ്ലിം പൊതുവേദി, അത് ഷിയാബ് തങ്ങൾ തുടങ്ങി വെച്ചതാ. പിന്നെ ബൈത്തുൽ സക്കാത്തിന് പോയി. ബൈത്തുൽ സക്കാത്തിന് പോയിട്ടുണ്ടെങ്കിൽ തങ്ങളടുത്ത് നേരിട്ട് പോയി ചോദിക്കണം, തങ്ങളെ നിങ്ങൾ എന്തിനാ പോയത്? അത് നേരിട്ട് ചോദിക്കാതെ സമസ്തയുടെ പോഷകങ്ങളുടെ പേരിൽ നടത്തുന്ന യോഗങ്ങൾ വെച്ച് എങ്ങനെ പോയി എന്ന് ചോദിക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് തങ്ങളെടുത്ത് പോയല്ലോ. തങ്ങളെടുത്ത് പോയി തങ്ങളെ ജമാഅത്തെ ഇസ്ലാമിന്റെ ബൈത്തുൽ സക്കാത്തിന്റെ ഒരു പരിപാടി നിങ്ങൾ സംബന്ധിച്ച് കേട്ടു. അത് നമുക്ക് യോജിച്ചതാണോ? എന്താണ് നിങ്ങൾക്ക് ഈ പറയാനുള്ള മറുപടി? പോയി ചോദിക്കണ്ടേ? അല്ലെങ്കിൽ മുഷാവറയിൽ ചർച്ച ചെയ്യാം. ഇവന്മാർ അതല്ല ചെയ്യണത്. ഈ മുക്കും ഉമ്മർ ഫൈസിയും ഈ അമ്പലക്കടവനും ഇവരൊക്കെ വന്നിട്ട് സമസ്തയുടെ ഔദ്യോഗിക പോഷക സംഘടനകളും വേദികളിലെ പീഠങ്ങളും മൈക്കും ഉപയോഗിച്ച് പച്ചയിൽ ചോദിക്കുക. ജമാഅത്തെ ഇസ്ലാമിന്റെ ബൈത്തുൽ സക്കാത്തിൽ നിങ്ങൾ അങ്ങനെ പോയി ആരോട് ചോദിച്ചിട്ട് പോയി? അത് ചോദിച്ചോ? മുഷാവറയിൽ ചോദിച്ചോ? ഇങ്ങനെ മുഷാവറ തീരുമാനമെടുത്ത് തങ്ങളെ അറിയിക്കും. അതല്ല ഇതിന് പതിവ്. നിങ്ങൾ ഇങ്ങനെ അവരത് പുതുതായി കണ്ടെത്താൻ നിങ്ങൾ അതേ സമസ്തക്കാരനാണെന്ന് കോഴിക്കോട്ട് ഉമർ ഫൈസി പ്രഖ്യാപിച്ച വ്യക്തിയല്ലേ PT റഹീം. എന്താ സ്വാഗതം? അവിടെ ഒരു തനിമല്ലത്തെ സ്വാഗതം ഉണ്ട്. ഇനി കോഴിക്കോട്ട് റിയാസ് നമ്മുടെ സ്വന്തം ആളാണ്, നത്രളി നമ്മുടെ സ്വന്തം ആളാണ്. അതിന് കൂടുതൽ PT റഹീം നമ്മുടെ സമസ്തയുടെ സ്വന്തം ആളാണ്. ആ സ്വന്തം ആള് ബൈത്തുൽ സക്കാത്തിൽ പങ്കെടുത്ത് മാത്രമല്ല, ബൈത്തുൽ സക്കാത്തെ പോലുള്ള സന്ദർഭം കേരളത്തിൽ എവിടെ ഇനി കാണില്ല. അത്രയും നല്ലതാണ്. എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അവരവരെ സക്കാത്ത് മുഴുവൻ ഒരുക്കൂട്ടും സ്റ്റേറ്റ് ലെവലിൽ. നമ്മളെ മാതിരി ലക്കോട്ടായി കവറിലാക്കി വിതരണം ചെയ്യുകയോ അരി അയക്കുന്നതിന്റെ ഓരോ പരിപാടി. ഓരോ ആൾക്കാരെ സക്കാത്ത് വിഹിതം മൊത്തം ഒരു സ്ഥലത്ത് ശേഖരിച്ച് ആ പൈസക്ക് 10 വീട് 15 വീട് ഓരോ കൊല്ലം. അത് ഓരോ രീതിയാണ്. അത് ഇസ്ലാമികമായി ശരിയല്ല എന്ന് മറ്റുള്ളവർക്ക് അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം നടന്നോട്ടെ. ആ സുരവിറ്റ് 12 വീട് കൊടുക്കുന്നു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ 12 കൊടുക്കാൻ കഴിഞ്ഞു. ഇത്തവണ ഞങ്ങൾ 15 കൊടുത്തു. ഇനി 50 കൊടുക്കുന്നു. അത് റിലീഫ് ആശയാണ്. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ പോയത്. അബ്ദുറഹ്മാനോട് ചോദിച്ചില്ല. ജമാഅത്തെ ഇസ്ലാമിന്റെ പരിപാടിക്ക് പോലും ഈ ഞാൻ ബൈത്തുൽ സക്കാത്തൊക്കെ പോയത്. അപ്പൊ ആ ബൈത്തുൽ സക്കാത്തേക്ക് പാണക്കാട് തന്നെ പോയാൽ ഒരു ചോദ്യം ചെയ്യും. അബ്ദുറഹ്മാനോട് ചോദിക്കണ്ടവര്, അല്ലെങ്കിൽ PT റഹീമിനോട് ഇങ്ങനെ ചോദിക്കണ്ടോ? ഇടതുകാരോട് ചോദിക്കണ്ടോ? എന്താ ചോദിച്ചാൽ ഞങ്ങൾ പറയണെന്താ അറിയോ? തങ്ങൾ പോയത് പോകാൻ പാടില്ലാത്തത് തങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിന് തങ്ങളോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളെ സംഘടനാ സംവിധാനത്തിൽ പറയാം. എന്നിട്ട് തങ്ങളോട് ചോദിക്കാം,
അതിന്റെ വിശദീകരണം കൃഷിയാണോ ഇല്ലയോ എന്ന് തീരുമാനിച്ചതിന് ശേഷം മതി. ഇത് പുറത്ത് മൈക്ക് കെട്ടിയിട്ട് പാണക്കാട് തങ്ങന്മാരെ എന്ന് പറഞ്ഞാലും ആരും ചുക്കും ചെയ്യില്ല. കാരണം ഇത് സമസ്ത വേദിയാണല്ലോ. അങ്ങനെ പറഞ്ഞാൽ സമസ്തയെ വിമർശിക്കാൻ കുറച്ച് പേടിയാണ്. സമസ്ത അല്ല പറയുന്നത് നിങ്ങളാണ്. സമസ്ത എന്ന് പറഞ്ഞ ഒരു ബസ്സാണ്. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിലല്ല ഇരിക്കുന്നത്. ബസ് അങ്ങോട്ടൊക്കെ ചെറിയ മുകൾ ചെയ്താൽ ബസ്സിന്റെ കുട്ടിയുള്ളത് അതിനെ കൺട്രോൾ ചെയ്തൊരു കുറ്റ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വലിയൊന്നും വേണ്ട. നിങ്ങളെ പറഞ്ഞാൽ അത് സമസ്തയെ പറഞ്ഞത് ആക്കരുത് എന്ന് മനസ്സിലായി. നമ്മൾ നിങ്ങൾ തന്നെ വ്യക്തിയെ പറയുള്ളൂ. 40 മുഷാവറ അംഗങ്ങളിൽ ഒരൊറ്റ മുഷാവറ അംഗത്തെ കുറിച്ചേ സംസാരിച്ചുള്ളൂ. അത് മനസ്സിലാക്കണം. അത് പറയാനുള്ള കാരണം എന്താ? ശരി, എന്തിനാണ് നിങ്ങൾ ആളെ പ്രസംഗം കേട്ടോ? ഉമർ ഫൈസിയുടെ പ്രസംഗം കേട്ടോ? ഇന്നോട് ചോദ്യമാണ്. പ്രസംഗം കേട്ടോ? പിന്നെ ഞാൻ പറഞ്ഞു ഈ ചോദ്യം ഇന്നോടല്ല ജിഫ്രി തങ്ങളോട് ചോദിക്കും. എന്തിനാണ് ജിഫ്രി തങ്ങൾ താക്കീത് ചെയ്തത്? MT ഉസ്താദും കൊയ്യോട് ഉസ്താദും ജിഫ്രി തങ്ങളും ചേർന്ന് താക്കീത്, ഫേസ്ബുക്കിലല്ലേ താക്കീത് ചെയ്തത്, സുപ്രധാന പത്രത്തിൽ അച്ചടിച്ചു വന്നു, താക്കീത് ചെയ്തു. പാണക്കാട് കുടുംബത്തോട് സമസ്ത ഉമർ ഫൈസി നടത്തിയ പരാമർശത്തിൽ വേദനയുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പത്ര റിലീസ് ഇറക്കി. ഇതെന്തിനാ ചെയ്ത്? ഈ ഉമർ ഫൈസി ഒന്നും പറഞ്ഞില്ലെങ്കിൽ, ഒന്നും പറയാത്ത ഉമർ ഫൈസിക്കെതിരെ പറഞ്ഞ ജിഫ്രി തങ്ങളെ നിങ്ങൾ എന്താ വിമർശിക്കാത്തത്? നിങ്ങൾ ഇന്റെ തപ്പിട്ടും ഇന്റെ തന്തൊക്കെ പിടിക്കുന്നല്ലേ? ഞാൻ ആരും സെൻസർ ചെയ്തില്ല. ഉണ്ടോ സെൻസർ എന്ന വാക്കിന്റെ അർത്ഥം അറിയണം? അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ബിൽ ക്ലിന്റന് മത്സരിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അമേരിക്കൻ സെനറ്റ് സെൻസർ ചെയ്തുകൊണ്ടാണ്. സെൻസർ എന്നൊരു പ്രയോഗം വല്ലാത്ത പ്രയോഗമാണ്. കോടതി സെൻസർ ചെയ്താൽ, പാർലമെന്റ് സെൻസർ ചെയ്താൽ പിന്നെ മത്സരിക്കാൻ പോയി യോഗ്യതയില്ല. ഒരു മുഷാവറ അംഗത്തെ സെൻസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, താക്കീത് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേട്ടുകേൾപ്പില്ലാത്ത. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ ജിഫ്രി തങ്ങളോട് ഇത് ചെയ്തവരോട് നമ്മുടെ നേരമില്ല. ഞാൻ കാണിച്ചിരുന്ന ഇതേപോലെ പാണക്കാട് തങ്ങൾ ഉരുക്കം മന്ത്രം കിട്ടുന്ന ആളാന്ന് പറഞ്ഞ് വീഡിയോ പ്രചരിപ്പിച്ചു. അന്നേരം എവിടെ അറ്റൻഡ് ചെയ്തു എന്നോട്. ഏതോ കാലഘട്ടം അന്ന് ഞാൻ സ്കൂളിൽ പോകണത് കേൾക്കണം. ഏതോ കാലത്ത് ആരോ ചെയ്ത് കുട്ടിയും ഞാൻ സമാധാനം അന്ന് എവിടെടാ എന്നോട് ചോദ്യ. നമ്മളെ സംബന്ധിച്ച് ഓരോരോ കാലഘട്ടത്തിൽ ഞാൻ ഇന്ന് പ്രതികരിച്ചെന്തുകൊണ്ടാ? ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ മാത്രമല്ല, പാർട്ടിയുടെ വക്താക്കളിൽ ഒരാളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാവി എനിക്കുണ്ട്. ഒന്ന് ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗൈരാഞ്ചിയോട് ചോദിച്ചു, ഇത് ഷാഫി മാത്രമല്ലേ പറയുള്ളൂ, നിങ്ങൾ ഒരു പൗരവാസികളും ഉമർ ഫൈസിക്കെതിരെ പറയുന്നുണ്ടോ? ഉത്തര പറഞ്ഞെന്താ? ഷാഫി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാ പറഞ്ഞു. ഞങ്ങളെല്ലാവരും അഭിപ്രായമാണ്. എന്താണ് എല്ലാവരും വിളിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരാൾ എന്തൊക്കെ ഉള്ളി കേട്ടാൽ പോലെ കിട്ടും, മൊത്തം ആൾ കേൾക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇതൊക്കെ പറഞ്ഞാൽ അന്ന് ഇവിടെടാ, അന്ന് ഇവിടെടാ. ഞാൻ എല്ലാവരും വിമർശിച്ചത്. ഞാൻ മുജാഹിദിന്റെ രണ്ട് പണ്ഡിതന്മാരെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. എന്റെ ഫേസ്ബുക്കിൽ തന്നെ തപ്പേ കാണും. പറയാൻ പാടില്ലാത്തത് ആര് പറഞ്ഞാലും നമ്മൾ വിമർശിക്കും. ഇന്നത്തെ രാഷ്ട്രീയം MT അബ്ദുൽ റസാഖിനെ എന്തെല്ലാം ഇവിടെ നടന്നു കൂട്ടി ഒരു പെൺകുട്ടീനെ സ്റ്റേജിൽ നിന്ന് ഇറക്കി കൂട്ടി എന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്ന് ഇവിടെ താങ്ങി നടക്കുന്ന CPIമാര് പോലൊരു മൊണക്ട് ഉണ്ടാക്കി. ആ മൊണക്ട് കോഴിക്കോട്ട് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നടക്കുന്ന യുവജനോത്സവത്തിൽ ആ മൊണക്ട് അവതരിപ്പിക്കുക. മനസ്സിലാക്കണത്? ആ മൊണക്റ്റിൽ ഒരു താടിപ്പച്ചൊരു കാക്ക ആരാ? MT അബ്ദുൽ റസാഖിലാ. ഒരു പെണ്ണ് കടന്നു വരാം, നായിന്റെ മോളെ ഇറങ്ങി ഒന്ന് ഒരു വടിക്കെട്ട്. സദസ്സിലെന്താ കയ്യടി? സഖാക്കന്മാരി എന്ന് കയ്യടിക്കാം. നായിന്റെ മോളെ ഇപ്പോൾ ആരും കയറ്റി ഇറങ്ങി കൂട്ടിച്ച് മോളെ. ആ മോളെപ്പോഴും നോക്കി നിങ്ങൾ യൂട്യൂബിൽ പോയി കാണണം. ആരുണ്ടായും പ്രതികരിക്കും. ഈ ഒച്ച എന്നൊരു കണ്ടില്ലല്ലോ മോള്. അന്ന് ഫുള്ള് രാത്രി ചർച്ച, എല്ലാവരും വിളിക്കണ ചർച്ചക്കിന്നെ. ഞാൻ സാധ്യത തങ്ങളോട് ചോദിച്ചു, തങ്ങൾ ഇന്നെങ്ങനെ ചർച്ച കുടിക്കുന്നു? ഇങ്ങനെ MT ഉസ്താദിനെ വിട്ട കേസ്. അതിന് സമസ്തയിൽ കുറെ വക്താക്കളുണ്ട്. ഒരു പോട്ടെ, ഒരൊക്കെ ഉണ്ടല്ലോ, ഒരു പോയിക്കോട്ടെ. പക്ഷേ ചർച്ചയിൽ ഇവരാരും പോയില്ല. ഫലം എന്തുണ്ടായി? കുറെ ആളുകളാണ് വന്നു, കുറെ മുജാഹിദുകൾ, കുറെ നാസ്തികർ
സംഘപരിവാറി CPM ഒരുപാട് കൂടി ഒന്നിച്ച് MT ഉസ്താദിന്റെ ഭീകരണം സ്ത്രീലമ്പനും ഒന്നും പിറ്റേ ദിവസം മാധവൻ വിചാരിച്ചു വിളിച്ചു. നിങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തായാലും ചർച്ച മാറ്റി വെച്ചു. പക്ഷെ മറ്റുള്ള ചാനലിലൊക്കെ ചർച്ചയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എന്തായാലും അതൊന്നൊരു ദുഃഖം. കാരണം മോണാക്റ്റിലൊക്കെ വന്ന ചാനൽ ഞാൻ തങ്ങളെ വിളിച്ചു. ഞങ്ങളെ ഇന്നലെ നമ്മളെ പോകത്തോണ്ട് അഡ്വക്കേറ്റ് ഷുക്കൂർ വക്കീലൊക്കെ വന്ന് അതിനെ വേറെ എന്തോ കോലത്തിലാക്കിയിട്ട് ഇന്നിപ്പോ എന്താ ചെയ്യാൻ പോണോ വെച്ചു. അവരാരും പോണില്ല. എന്നോട് പറഞ്ഞു ഷാഫിയെ MT ഉസ്താദ് ലീഗാണ് കേട്ടോ, അതുകൊണ്ട് ഇവിടെ പോകണം. ഞാൻ പോയി അമ്മ കൊടുത്ത് അവിടെ വനിതാ കമ്മീഷന്റെ ആളിരിക്കുന്നുണ്ട്. എന്താ അവളെ പേര്? എന്ത് കമാൽ? ഷാഹിദ കമാൽ. MN കാരശ്ശേരി ഉണ്ട്. പിന്നെ നമ്മുടെ അഷ്റഫ് എറണാകുളത്തുള്ള മറ്റേ ഉസ്താദിന്റെ മോനിൽ അഷ്റഫ് കണക്കിലുണ്ട്. നല്ല രസ ചർച്ച. മാധു പിന്നെ മാതൃഭൂമിയില എന്താ ഇന്ദ്ര അറിയുന്നത്. തന്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി, മിടുക്കിയായ കുട്ടി, ആ കുട്ടി വന്ന് 10ാം ക്ലാസ്സിലെ സാധിക്കലി തങ്ങളെ ആ ചിരിക്കുന്ന മുഖത്തോട് തങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങുമ്പം ഒരു സ്ത്രീവിരുദ്ധനായ ഒരു വൃദ്ധനായ ഒരു തല്ലിപ്പൊളി ആള് വന്നിട്ട് വെറുകടി സ്റ്റേജിൽ നിന്ന് മറ്റേത് മറിച്ചത് മോഡൽ ഇവരുടെ MN കാരശ്ശേരി മാഷ് കയ്യിൽ പറഞ്ഞില്ല. ഇവർ 6ാം നൂറ്റാണ്ടിൽ ഇവൻ താലിബാൻ ഇതിനേക്കാൾ മോശം. ഷാഹിദ കമാൽ പറയാം, ഞാൻ കേസെടുത്തിട്ടുണ്ട്, പരാതിയില്ലാതെ ഞാൻ കേസെടുത്തിട്ട് വിടുക. ഞാൻ വന്ന് വാളോട് ചോദിച്ചു. ആ സ്ത്രീ വന്നു സ്റ്റേജിലെത്തി അബ്ബാസലി തങ്ങളിൽ നിന്ന് വാങ്ങി. അത് വാങ്ങുമ്പോൾ MT ഉസ്താദ് നിങ്ങൾ പറഞ്ഞ വ്യക്തി സ്റ്റേജിലുണ്ടോ? അല്ല അത് കളിക്കരുത്, ഉണ്ടോ? ആ വീഡിയോ ഒന്നുകൂടി കാണും. നിങ്ങൾ പിതാവിന്റെ പ്രായമില്ല മനുഷ്യൻ, വന്ധ്യവയോധികന് ആളെ സ്ത്രീലമ്പടനാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ എടുത്ത് ഒന്നുകൂടി കാണും. ഈ കാരശ്ശേരിക്ക് എന്ത് വിളിച്ചു പറയാം? ചോദിക്കാനും പറയാൻ ആരില്ല. ഞാൻ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുള്ള ഒരു പാർട്ടിന്റെ പ്രൈവനെ ഞാൻ നിൽക്കണം. എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. സായുധമാൻ കേസെടുക്കുമ്പോൾ നീ കേസെടുക്കുക. 30 കൊല്ലം 96 പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു സഖാവുണ്ട്, അധ്യാപകനോട് മലപ്പുറത്തിരിക്കുന്നുണ്ട്. കേസെടുക്കാൻ ധൈര്യമുണ്ടോ? 14 പരാതിയുണ്ട്. ഒന്നിന് കേസെടുക്കാത്ത താൻ ഈ വയോധികനെ പെണ്ണ് കേസെടുക്കില്ലേ? പെണ്ണ് കേസെടുക്കാൻ ഈ വാങ്ങാൻ കാണാൻ ഞങ്ങൾക്ക് ഷാഹിദ കമാൽ രൂക്ഷമായി ചർച്ച ചെയ്യുന്നു. ഞാൻ കന്യാസ്ത്രീ വന്നു, അത് തങ്ങളുടെ കയ്യിൽ നിന്ന് പുരസ്കാരം വാങ്ങി ആ കുട്ടി പോയി. ശേഷമാണ് MT ഉസ്താദ് വന്നിട്ട് തന്റെ ശിക്ഷനും തന്റെ കുടുംബക്കാരനും ആ മദ്രസയിലെ ഈ ഭാരവാഹിന്റെ വ്യക്തിനെ വിളിച്ചിട്ട് എന്ത് ചോദിച്ചു, മുതിർന്ന കുട്ടികളൊക്കെ സ്റ്റേജിൽ കയറ്റുന്ന ശീലം നമുക്കില്ലല്ലോ, പോലെ രക്ഷിതാവിന്റെ കൈ കൊടുത്താൽ പോലെ, ഇതൊന്നും നമ്മളെ നയല്ലല്ലോ, മേലിൽ അതൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ എല്ലാവരും കാണുന്നത്. അതിലെന്താ സ്ത്രീവിരുദ്ധത? അയാൾക്ക് പെണ്ണിന് വരാതില്ല, പെണ്ണ് അപമാനിക്കപ്പെട്ടോ ഇല്ല. അദ്ദേഹം ഞങ്ങളെ സംഘടനയുടെ നയം എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിന്റെ ശിക്ഷനോട് പറഞ്ഞാൽ നിങ്ങൾക്കെന്ത് ഉണ്ടാവിച്ചേ? നിങ്ങൾ ആരെ നിലയ്ക്ക് കയറി പറയാൻ? പിന്നെ ഒരു മനുഷ്യന്റെ കുറ്റകൃത്യം അതിന്റെ ആളെ പരിശോധിക്കുന്നത് എന്താണ്? ഷിബു മീരാൻ ഒരു അഭിഭാഷകനാണ്. ഒരു കുറ്റത്തിന്റെ ആളെ തെളിയിക്കുന്നത് കുറ്റം ചെയ്യുന്നവന്റെ ഇന്റൻഷനാണ്. കൊലപാതകം ചെയ്താൽ കൊലപാതകമാവുക, കൊല്ലണം എന്ന് ഉദ്ദേശിച്ചോടെ കൊല ചെയ്തോ, ഉദ്ദേശശുദ്ധി, അതാണ് ഇന്റൻഷൻ. അത് നോക്കും. ഞാൻ മാധുവിനോട് പറഞ്ഞു, ഈ വൃദ്ധനായ മനുഷ്യൻ ഒരു സ്ത്രീ വിരുദ്ധത എന്ന ഇന്റൻഷനോട് കൂടിയാണ് ഈ വേദിയിലേക്ക് കയറി വന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ മനുഷ്യനെ സ്ത്രീലമ്പടനും സ്ത്രീ വിരോധിയാക്കിയതിന് സമാധാനം പറഞ്ഞിരും ഞങ്ങൾ നിയമപരമായി പോയാൽ. അതോടുകൂടി മാധുവിന്റെ കാര്യം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്നോട് കഴിഞ്ഞു. ഞാൻ അയാളെ സംഘടന നയമാണ്, ആ നയം ശരിയല്ലേ എന്ന് പറയാൻ ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ ആളല്ല, ഞാനൊരു മതനിർണ്ണയം പ്രവർത്തിച്ചിട്ടില്ല. അത് അതിന്റെ ആൾക്കാരെ കുട്ടി വേറെ ചർച്ച നിർത്തിക്കോ, ഈ മനുഷ്യനെ എന്നോട് നിർത്തിക്കോ. അങ്ങനെ അവസാനിച്ച് രാത്രി എന്നെ ആള് വിളിച്ച് വെക്കാം, കേസ് വരുമോ രാഷ്ട്രീയക്കാർ? നിങ്ങൾ പെടുത്തിയല്ല, ഞാൻ പറഞ്ഞ് ബന്ധുറായിരുന്നില്ല. ഒരു ടെൻഷൻ എന്നവർക്ക് മനുഷ്യർക്ക് പിന്നെ മനസ്സിലായത് എല്ലാവരും ഇയാളെന്തോ ചെയ്യുന്ന. എന്നിട്ട് ആ മോണാറ്റ്
നടത്തി. ഞങ്ങളെ MSFന്റെ കുട്ടികൾ പ്രതിഷേധിക്കാൻ വന്ന് പോലീസ് ടച്ച് വായിപ്പിച്ചു യുവജനോത്സവ ഫണ്ടിൽ നിന്ന്. ഈ പറഞ്ഞ നാവെടുത്ത് വരുന്ന ഈ മരക്കൊച്ചികൾ ഏതെങ്കിലും ഒരുത്തൻ ഈ ഉസ്താദെ ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ കണ്ടത് ഞങ്ങളെ നേരെ വരിക ഓരോന്ന് പറയാൻ. ഇസ്ലാമിനെ SFIക്കാരാ കൂടെ വെച്ചത് സ്വർഗഭോഗം സെമിനാർ, സ്വയംഭോഗം സെമിനാർ, കുട്ടികളെ കൊണ്ടുപോവുക, കുട്ടികളെ നാട്യത്തുകൊണ്ടുപോവുക. ഇവരൊപ്പന് ഫേസ്ബുക്കിൽ കിടന്നിട്ട് എന്ത് ചെയ്യണം? പാണക്കാട് തെങ്ങന്മാരെ പോസ്റ്റിനടിയിൽ കൊണ്ട് തെറി ചെയ്താണ് അല്ലെ? കൊറോണയുടെ പേരിട്ടില്ലേ? ഒരു പിന്നെ ഇന്ന് എന്താണ് മുസ്ലിം ലീഗ് വഹാബി മൂടികൾ. നമ്മൾ ആരാ വീണാന്ന് പറഞ്ഞ ഫോട്ടോ ആരാ ആളും നോക്കിയപ്പോ വീണാന്ന് മുസ്ലിന്റെ ഫോട്ടോ. വീണാ ഏറ്റവും ഇവര് തലയിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ മുസ്ലിം ലീഗിനെയും സുന്നിയും വഹാബിന്നൊക്കെ എഴുതുന്ന സമയത്ത് ആ പ്രൊഫൈലിലുള്ള ചിത്രം എടുത്തിട്ട് വേറെ ഏതെങ്കിലും മുജാഹിദ് വെച്ചാൽ പോലെ വീണ ചോദിച്ചിട്ട് ചിത്രമുണ്ട്, പ്രൊഫൈൽ നോക്കാം, മൊത്തം കള്ളത്തരാ, മുഴുവൻ കള്ളത്തരാണ്. ഒരു സംശയമണ്ട. സംഘപരിവാറെന്ന് പോലും ഞാനൊക്കെ അവരുമായിട്ട് ബമ്പിന് ഏറ്റുമുട്ടി നടത്തിയാണ്. അതൊക്കെ CPM ആയിട്ട് ഓരൊക്കെ പെരുക്കൊരു സുഖം എന്റെ മരിച്ചെടുക്കുന്ന എന്റെ വാപ്പാനെ മുട്ടാണി കുടിക്കുന്നവരുണ്ട്. 6-7 കൊല്ലം മരിച്ച് പള്ളിക്കാട്ടിൽ കിടക്കുന്ന എന്റെ വാപ്പാനെ വിടില്ല. ആലോചിക്കുന്നത് നമ്മൾ എന്ത് മുറിഞ്ഞാലും ഇടത്തും വലത്തും മലക്കുകൾ ഏറ്റെടുക്കണ്ടല്ലേ? മനസ്സിൽ പോലും നമുക്ക് ബലാത്സംഗത്തിനേക്കാളും ഇരട്ടി ശിക്ഷയാണ്. വേറെ ഉദ്ദേശത്തോടു കൂടി ഒരു സ്ത്രീയെ നോക്കിയാൽ തന്നെ ഇസ്ലാമിൽ അത് വിചാരമായി കഴിഞ്ഞു. എല്ലാം ഈ ഏർപ്പാട് നടന്നൊന്നുമില്ല. അങ്ങനത്തെ ഒരു സൂക്ഷ്മതയുടെ ഒരു മത ഇസ്ലാം. നിങ്ങൾ വായിച്ചു നോക്കിയത് നിന്റെ ഇതിൽ അത് ഒന്നോ മതി. അതിന് ഫോൺ ഇങ്ങനെ ചെയ്യാം. ഗൾഫിൽ നിന്ന് പല നമ്പറിൽ നിന്ന് പോലെ എടാ പട്ടി അപ്പൊ ഓണ് കട്ട് ചെയ്താൽ ഇങ്ങനെ കട്ട് ചെയ്താണോ? ഞാനെന്താ ചെയ്യേണ്ടത്? ഈ തെറിയൊക്കെ വേണ്ടി എനിക്കെന്താ കുളിക്കാനും പല്ലേക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പോട്ടെ. വിളിയോടുകൂടി ഇവരെ വിചാരം തരോ? ഈ വിളിച്ച് തെറി പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നാട്ടിച്ചാൽ സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യാം? പണ്ടാറടിക്ക് എന്തിനതിന് കൂടും? നിർത്തിക്കാടാണ്. അങ്ങനെ പായിപ്പിക്കാതെ പലരും ഇതിന് പായിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ അത്തരത്തിൽ പെട്ടവനെല്ലാം മനസ്സിലായില്ലോ. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോ അന്നെ കാണിച്ചു തരാം. നിങ്ങൾ ആർക്കൊക്കെ കാണിച്ചു അങ്ങനെയാണ് മത്താറാജി ചെയ്യാൻ പറ്റില്ല. ഇവരെതിർത്താൽ ആ വകയിൽ 10,000 വോട്ട് കിട്ടും. സീറ്റ് കിട്ടാൻ വേണ്ടി പറയല്ല ശിവോ. ഇവരെ എതിർത്തൊന്ന് വന്ന് കിട്ടിയാൽ മതി. അതല്ലേ ഇപ്പൊ വെള്ളാപ്പള്ളി സതീശൻ കണ്ടി ഒന്നും കൂടി കിട്ടിയാൽ മതി. അതേ മതി. ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ മനസ്സിലായില്ലോ. ഞമ്മക്കൊക്കെ നിങ്ങളെ കടലോരത്തെ മത്സ്യത്തൊഴിലാളികളെ മാറ്റാം. തവക്കുൽ തരല്ല. അതാ ഞമ്മക്ക് വരാനുള്ളത്. നിധിയാണെങ്കിലും വരും, അധിയാണെങ്കിലും വരും. മനസ്സിലായി? മത്സരി MLA ആകാൻ അവ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ MLA ആവും. അതല്ല എന്നെ നിർവഹണം പഠിച്ചോ നിശ്ചയിച്ചത് എന്താണോ അത് അവിടെ ഉണ്ടാവും. അതുകൊണ്ടെങ്കിൽ അതൊക്കെയാണ് ചെയ്യുന്നത്. പാടാ മറ്റേതാക്കി അങ്ങനത്തെ വ്യാമോഹമൊന്നുമില്ല. ഏൽപ്പിച്ച പണി എടുക്കലാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കിടക്കില്ല. ഇത്തരക്കാരെ അവരെ വിടുക. അവരെ ഫുള്ള് ഞങ്ങൾ ഇനി ഓഡിറ്റ് ചെയ്യാൻ പോവാ. വലിയ സാമ്പത്തിക വെട്ടിപ്പിന്റെ കണക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ ഇസ്ലാം പഠിപ്പിക്കാൻ പറ്റുന്നതിനെ കൊണ്ട് മഹാനായ പരമസാത്വികനായി ജീവിച്ചൊരു മനുഷ്യനാണ്. ആര്? വ്യക്തി മനസ്സിലാൻ എനിക്കറിയാം. ഇബ്രാഹിം സുലൈമാൻ സാഹിബ് പോലും ഇസ്ലാമിക ശരീഅത്ത് കാലത്ത് ഇന്ത്യയിലെ മതപണ്ഡിതിൽ നിന്നും മതവിധി വാങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതവിധി വാങ്ങിയത് ഒന്ന് വ്യക്തി മനസ്സിലായിരിക്കുന്ന. എന്നിട്ടാണ് ആ കത്ത് ഞാനാ കൊണ്ടേ കൊടുക്കുന്നത്. അത്ര സാത്വികരായ ആ മനുഷ്യന്റെ മരണം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. കോഴിക്കോട് ആ സ്ഥലത്ത് വെച്ച് ആ മനുഷ്യന്റെ പേരക്കുട്ടിയെ കൊണ്ട് ഹറാമായ പൈസ എഴുതിയെടുത്ത വിദ്വാനാണ്. അത് മനസ്സിലാക്കണം. അത് കോടതിയിലാണ് കിടക്കുന്നത്. CPM-മാരുടെ കയ്യിലാണ് ഇതിന്റെ ചാവി കിടക്കുന്നത്. അതിൽ നിന്ന് കൈസലാകാനാണ് ഇവിടെ കിടന്നത്. ഞങ്ങൾ നേരെ ഈ ചാടി കളിക്കുന്നത്. അതിന്റെ ഫുള്ള് രേഖ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഈ ഇങ്ങനത്തെ മുതൽ അടിക്കൂടെ അടിച്ചു മാറ്റുന്ന വിദ്വാന്മാര് ഓരോ വന്നിട്ട് നമ്മളെ മൊഹമ്മദ് കിസാബി ഇതിനകത്തുനിന്ന് അങ്ങനെ വരണ്ട. പറയാൻ നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ സംഘടനകളുടെ അകത്ത് പറയാം. ഇപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഈ മതവേദികളൊക്കെ നിങ്ങളെ സ്വകാര്യ കാര്യങ്ങൾ, നിങ്ങളെ സ്വകാര്യ അജണ്ടകൾ, നിങ്ങളെ സ്വകാര്യമായ നിങ്ങളുടെ നിരാശകൾ
നിങ്ങൾക്ക് ഓരോരുത്തരുള്ള പകകൾ അത് പറയണമെങ്കിൽ അതിനാ നമ്മുടെ റഹ്മത്തുള്ള കാസിമെ കണ്ടുപിടിക്കും. ആർക്കും ശല്യമില്ല. ഒരു യൂട്യൂബും തുടങ്ങി മൈക്കും കെട്ടി അയാൾ കോളാമ്പിയിലേക്ക് വിളിച്ചു പോയി. പക്ഷെ നമ്മൾ ആരും കരുതലില്ല. അതിൽ അയാൾ അന്തസ് കാണിക്കുന്നുണ്ട്. ഇത് ഇങ്ങേപ്പറ സുന്നത്തല്ല. ഇവിടെ സാധിക്കലി തങ്ങളെ ഫോട്ടോ, ഇങ്ങേപ്പറ ആരെ ഫോട്ടോ, പിന്നെ ജിഫ്രി തങ്ങളെ ഫോട്ടോ. ഇങ്ങോട്ട് അതിന്റെ ഇടയിൽ പറയാണ് വ്യതിയാനം കണ്ട ഞങ്ങൾ പറയും, നിലപാട് പറയും. എനിക്കിതാ മുഖത്തുനിന്ന് അവിടുത്തെ നാട്ടുകാർ മൊത്തം വിളിച്ചിരുന്നു. അവിടുത്തെ പള്ളി കമ്മിറ്റി അവിടെ മദ്രസ ഉണ്ടാക്കിയത് 40 ചാക്ക് സിമെന്റ് പോയ സ്ഥലം, 60 ചാക്ക് പോയ സ്ഥലം കണക്കായിട്ട് ഇങ്ങനെ വരിക. ഇന്ന് വൈകുന്നേരം മുഖത്ത് വലിയ പരിപാടി ഡേറ്റ് ചോദിച്ചു വിളിക്കുക. ഞാനിത് ഒന്ന് പറഞ്ഞാൽ ഇതൊന്നും നിൽക്കുമല്ലോ. ആ നാട്ടുകാർ മൊത്തം വരണത്. പക്ഷെ എന്താന്നൊക്കെ ഇവർ അടക്കുന്നുണ്ടോ നോക്കണ്ടേ. ഇപ്പൊ താക്കീത് ഇപ്പൊ ഏത് താക്കീത്, ഓലക്കമ്മല താക്കീതെന്നാ പറയുന്നത്. ഇയാളല്ല രാവിലെ താക്കീത്, വൈകുന്നേരം ഇയാൾ പറയല്ല. ഇപ്പൊ സുപ്രഭാതം ഇവരെ പത്ര അതിനാണല്ലോ അടിച്ചിരുന്നത് താക്കീതേത്. വീട്ടിൽ ആള് ചോദിക്കണെന്താ ആര് താക്കീതേത്. അപ്പം ആരെ നേരെയാണ് അപ്പം തമ്മിൽ. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ആളുകൾ മിണ്ടാതിരുന്നു എന്ന കാരണത്താൽ ഓരോ ദിവസവും കയറ്റി ഇങ്ങനെ പോവാ. അത് ഏതായാലും ഞങ്ങൾ തീരും. ഇപ്പൊ ഞാൻ ഒറ്റക്കാന്നല്ലേ ഇന്നത്തോടു കൂടി എന്താണ് എല്ലാ ഭാരവാഹികളും ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. ഒരു സംശയം വേണ്ട. പിന്നെ നിങ്ങളെ പറഞ്ഞ സമസ്ത എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള ഒരാളും അതിന്റെ കോപ്പിറൈറ്റ് നിങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. അത് മനസ്സിലാക്കുള്ളൂ. ആ പേര് പറഞ്ഞില്ല. നിങ്ങളെ വിമർശിച്ചാൽ അത് നിങ്ങളെ വിമർശനമാണ്. സമസ്തയെ കളിക്കണ്ട, സമസ്തയെ വിരട്ടണ്ട, അത് പറയുന്നത് നിങ്ങളാരാണ്. അതല്ലേ? അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ ഞങ്ങളുടെ നിലപാടിതാണ്. മുസ്ലിം ലീഗ് എന്ന പാർട്ടി അതിനെ നയിക്കുന്നത്, അതിന്റെ നേതാക്കന്മാരെ പാണക്കാട് കുടുംബത്തിനെ ഒളിഞ്ഞും തെളിഞ്ഞും മുമ്പും പിമ്പും വെച്ചിട്ട് ഇനി പറയാം. അതുകൂടി പറഞ്ഞ് നിർത്താക്കിപ്പോ പിന്നെ എന്താണ് 89 അത് വേറെ വിൽക്കും. കാന്തപുരത്തിന്റെ ആളുകൾ ഞാൻ പറഞ്ഞിരുന്നു 89 കാന്തപുരത്തിന്റെ നിലപാടില്ല 2026 മാറ്റേണ്ടത്. അത് പറഞ്ഞപ്പോ ചില യുദ്ധന്മാര് എന്ത് പറയാം, കാന്തപുരത്തിന്റെ നിലപാട് അന്നും ഒന്നാണ് ഇന്നും ഒന്നാണ്, നിങ്ങളാണ് മാറിയത്. ഞാൻ എന്താണ് പറഞ്ഞത് അത് മുഴുവൻ വെക്കണം. 967 മുസ്ലിം ലീഗിന്റെ 67 ലീഗ് നടത്തിയ പ്രസംഗം 26 നടത്താൻ കഴിയില്ല. അന്നത്തെ രാഷ്ട്രീയക്കാരാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ രാഷ്ട്രീയമാണ്, മനസ്സിലാക്കണം. അപ്പൊ ഓരോ രാഷ്ട്രീയ കാലത്തും വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞ 89 കാലത്തെ കാന്തപുരത്തിന്റെ സമീപനമല്ല 2026 കാന്തപുര വിഭാഗത്തിന്റെ സമീപനം. അതേപോലെ 89 മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാടല്ല 2026 കാഴ്ചപ്പാട്. ഇനി പാണക്കാട് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞുതരാം. 89 കാന്തപുരം പിളർന്നു പോയി. കാന്തപുരത്തിന്റെ കൂടെ പോയ പണ്ഡിതന്മാർ പാണക്കാട് തന്നെ തെരുവിച്ചണം. ഒന്ന് കാണിച്ചേരി. അവർക്ക് പേടിയാണ്. പാണക്കാട് തങ്ങളെ തങ്ങന്മാരെ ചീത്ത വരെ അവർക്ക് പേടിയാണ്. ഇപ്പൊ നാളും ഞാൻ സുഖമില്ലാതായിരുന്നു. ഒരു വട്ടല്ല 2 വട്ടമാണ് പാണക്കാട് തങ്ങന്മാര് എന്നെ കാണാൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ണിന് വെള്ളം വെച്ചുകൂടെ അദ്ദേഹം പറഞ്ഞത്. നിലപാടുള്ള ഓരോരോ കാലഘട്ടത്തിൽ അതായത് മാറ്റം ഉണ്ടാവും. നമ്മൾ പറയുന്നത് എന്നെടുത്ത് എഴുതണം. നിങ്ങൾ ഓരോന്നിങ്ങനെ മാറ്റി പറയരുത്. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പം നമ്മുടെ സമൂഹത്തിന് ആവശ്യം എന്താ? പണ്ടൊരാൾ പറഞ്ഞത് എല്ലാവരും കൊല്ലാൻ കൊണ്ടുപോകുക ഒരു ബസ്സിൽ. ആ ബസ്സിലാണ് എന്ത് സൈഡ് സീറ്റിന് മത്സരം നടക്കുന്നത്. ഇപ്പൊ സമൂഹം ഒന്നിച്ച് നിൽക്കണം, യോജിക്കാവുന്ന വിയോജിപ്പുള്ളവിടെ നിൽക്കട്ടെ. അങ്ങനെ പോവുക എന്നൊരു നയമാണ് നമുക്കുള്ളത്. മുസ്ലിം ലീഗിന്റെ നയവും കാഴ്ചപ്പാടും ശരിയാണെന്നതിന് തെളിവാണ് ഈ മഹാവിജയങ്ങൾ. ആ വിജയങ്ങൾ ഇനിയും ലീഗിൽ ഉണ്ടാവും, ഒരു സംശയം വേണ്ട. UDF ഭരണത്തിലെത്തിയാൽ ഈ മരക്കുട്ടികളെ പ്രശ്നമൊക്കെ തീരും. നോക്കിക്കൊണ്ടിരിക്കണം. കാരണം പിന്നെ പേടിക്കേണ്ടത് ആരാന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ സമൂഹത്തിൽ ഐക്യം വരണം, എല്ലും അടങ്ങണം. പഠിച്ച തമ്പുരാൻ സമസ്തയുടെ സമ്മേളനങ്ങളായാലും ശരി, മുജാഹിദിന്റെ എല്ലാ സമ്മേളനങ്ങളും വിജയിക്കണമെന്നാണ് എല്ലാ സംഘടനകളുടെയും മാതൃസ്ഥാനത്തിരിക്കുന്ന മുസ്ലിം ലീഗ് ആഗ്രഹിക്കും. ഒന്നും പൊട്ടിപ്പൊളിഞ്ഞു പോകരുത്, എല്ലാം മഹാവിജയമാകണം. അതുകൊണ്ട് ആ സമ്മേളനത്തിനൊന്നും ഒരു മാറ്റി കുറയ്ക്കാൻ പാടില്ല. മുസ്ലിം സമുദായത്തിന്റെ അഭിമാനങ്ങളായ സമാജങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ പ്രൗഢി ഗരിമ ഉജ്ജ്വലമാക്കാൻ, അതൊക്കെ വിജയിപ്പിക്കാൻ
MT ഉസ്താദ് പറഞ്ഞാൽ നമ്മളെ ബന്ധം അതാണ്. ലീഗാണ് സമസ്താണ് ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് തായ്മാരി. നമുക്കതിന് ഈ ഒന്നോ രണ്ടോ ആൾക്ക് വേണ്ടി നിൽക്കാനല്ല, എല്ലാവരും തന്നെ അതിന്റെ മഹത്തായ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം. സമുദായത്തിൽ ഐക്യമുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഉമർ ഫൈസി അടക്കമുള്ള ആളുകളുടെ നിലപാടിൽ മാറ്റമുണ്ടായാൽ അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും യാതൊരു സംശയമില്ല, ഞങ്ങൾ മുന്നോട്ട് വരും എന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.